ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഞാൻ ഇന്നത്തെ ദിവസം കുറേ വ്ളോഗ്സ് എടുത്തെടുത്ത് നടക്കുകയാണ്. നിങ്ങളിത് പല ദിവസങ്ങളായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ കുറേ ഈ സാരി ഉടുത്തൊരു വഴിയെ ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഓക്കെ, ഒരു കുർത്തി ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുന്നു. ഒരു ബീച്ചിൽ പോകണം, ഇവിടുത്തെ ഒരു ഫേമസ് പള്ളിയുണ്ട്, അവിടെ പോകണം. ഓക്കെ, പിന്നെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം. തുടങ്ങിയാലോ? ഇതാണ് മാംഗ്ലൂരിലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ചേർച്ചാണ്, ദ മിലാഗ്രസ് ചേർച്ച്. 1680 കാലഘട്ടത്തിലാണ് ഈ ചേർച്ച് ഇവിടെ നിർമ്മിതമായത്. ഈ ചേർച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ദ ലേഡി ഓഫ് മിറക്കിൾസ് എൻ്റെ ചേർച്ചാണ്, കാത്തലിക് ചേർച്ചാണ്. ഉള്ളിൽ ഹോളി മാസമൊക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്, ഈവനിങ് ടൈം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്, അത്രയും പഴക്കമുള്ള ചേർച്ചാണല്ലോ. 1680 പല പ്രാവശ്യം റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചേർച്ചാണ്. ആദ്യത്തെ പള്ളി ഇപ്പോഴത്തെ സിമെട്രി ഇരിക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്, പിന്നീട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് 1680 ബിഷപ്പ് തോമസ് ഡി കാസ്ട്രോ, എ തിയേറ്റിയൻ ഫ്രം ദിവാർ, ഗോവ, അദ്ദേഹമാണിതിവിടെ പണി കഴിപ്പിച്ചത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചേർച്ചസ് ഇൻ ദക്ഷിണ കന്നഡയാണിത്. ഇപ്പോൾ മാംഗ്ലൂരിയൻ കാത്തലിക്സിനെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. ക്വീൻ ചെല്ലമ്മ ഓഫ് കെലാരി കൊടുത്ത ലാൻഡിലാണ് ഈ ചേർച്ച് പണിത്, ഗിഫ്റ്റായിട്ട് കൊടുത്ത ലാൻഡാണ്. ഇപ്പോൾ കാണുന്ന ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഇത് വീണ്ടും പല പ്രാവശ്യം റീകൺസ്ട്രക്ട് ചെയ്ത് 1911 ഉണ്ടായതാണ്. ഇതിന് കുറേ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഈ പള്ളിയുടെ കാര്യം പറയാനാണെങ്കിൽ 1680 ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ചേർച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ബിഷപ്പ് തോമസ് ഡി കാസ്ട്രോ. അത് സിമെട്രി ഏരിയയിലുണ്ടായിരുന്ന ആദ്യത്തെ ചെറിയൊരു പള്ളി മാറ്റിയിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. പിന്നീട് 1784 ടിപ്പു സുൽത്താൻ ഡിമോളിഷ് ചെയ്തു ഈ ചേർച്ച് ഡ്യൂറിങ് ഹിസ് ഇൻവേഷൻ ആൻഡ് ദ ക്രിസ്ത്യൻസ് വെർ ടേക്കൺ ടു ശ്രീരംഗപട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ്റെ ഡൗൺഫോളിന് ശേഷം 1799 ക്രിസ്ത്യൻസ് എല്ലാവരും തിരിച്ചു വന്നു, എന്നിട്ടൊരു ന്യൂ ചേർച്ച് ബിൽഡ് ചെയ്തു. അത് 1811. ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്ട്രക്ചർ 1911 കൺസ്ട്രക്റ്റഡ് ബൈ ഫാദർ ഫ്രാങ്ക് പെരേറ ഇൻ 1911. ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഹമ്പൻകട്ട ലൊക്കാലിറ്റി ഓഫ് മാംഗ്ലൂർ. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നോൺ ഫോർ ഇറ്റ്സ് സെഞ്ച്വറി ഓൾഡ് ആർക്കിടെക്ചർ ആൻഡ് ഫോർ ബീങ് എ മേജർ സെൻറ്റർ ഓഫ് ഡിവോഷൻ ടു മദർ മേരി, അവർ ലേഡി ഓഫ് മിറക്കിൾസ്. ഇത്രയോ ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിലും ഈ ചേർച്ചിൽ ഒരു സിമെട്രിയും ചേപ്പലും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു റിച്ച് ഹിസ്റ്ററി സ്പാനിങ് ഓവർ 300 years ആണ് ഈ പള്ളിക്ക് പറയാനുള്ളത്. അതായത് ഒറിജിനലി ബിൽറ്റ് ഫോർ ദ ഗോവൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഹു വെർ റീലൊക്കേറ്റഡ് ടു സൗത്ത് കാനഡ. ഇതിനകത്ത് തന്നെ കുറച്ച് ഫൈൻ ഓൾഡ് ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് പെയിൻറ്റിങ്സ് ഓഫ് സെയിൻറ്റ് മോണിക്ക ആൻഡ് സെയിൻറ്റ് ഓഗസ്റ്റിൻ. ക്രിസ്ത്യൻ ദേവാലയമാണ്, പ്രാർത്ഥനാലയം. ഇവിടെ വരിക, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഹോളി മാസമൊക്കെ നടക്കുന്ന സമയമാണ്. ഇത് ഈവനിങ് ടൈമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ ഒരുപാട് വിശ്വാസികളുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് വരും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഞാൻ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ മാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 മാത്രമേ എനിക്ക് ചെന്നെത്താൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇനി നമ്മളൊരു ബീച്ച് ഏരിയയിലേക്കാണ് പോകുന്നത്. കാര്യം ഇനിയിപ്പോൾ സൺസെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റ് കുറയും. ഇപ്പോൾ കറക്റ്റ് ടൈമാണ് പോകാം. എത്ര മനോഹരമായ പള്ളിയല്ല, എന്തോ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ എന്തൊരു ഭംഗി മാത്രമല്ല, ഒരു ഭയങ്കര നമുക്കൊരു ഫീലാണ്. പോകാനേ തോന്നില്ല ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, പനമ്പൂർ ബീച്ച് ഏരിയയിലെത്തിക്കഴിഞ്ഞു. എൻ്റെ എൻട്രൻസ് പോയിൻറ്റ്. ഇവിടെ സ്വിമ്മിംഗ് ഒന്നും അലൗഡല്ല. കുറേ ഷോപ്സ് ഉണ്ട് 2 സൈഡിലും, കുറേ ഷോപ്സും. ഫുൾ അങ്ങോട്ട് പോകുമ്പോൾ 2 സൈഡിലും ഭക്ഷണം കഴിക്കാനുള്ള കടകൾ, അല്ലാത്ത കടകൾ, ടാറ്റു ഷോപ്സ്, മഡ്ക ടീ ആൻഡ് സ്നാക്സ്, പിന്നെന്താ ടാറ്റു ഷോപ്പുണ്ട്, ഫിഷ് സ്പായൊക്കെ ഉണ്ട് ഇവിടെ. ഫിഷ് സ്പാ. ഇന്ന് സൺഡേ ആണ്, അത് കാരണം നല്ല തിരക്കുണ്ട്. എല്ലാവരുടെയും റിലാക്സേഷൻ പോയിൻ്റാണ്. ഇവിടെ സ്വിമ്മിങ് പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് നനഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. എന്താണാവോ, നല്ല കാറ്റുണ്ട്. പട്ടം പറത്തി കളിക്കാറ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അതാണെന്ന് തോന്നുന്നു. സമ്മർ ടൈം. കൈറ്റ് ഫ്ലൈയിങ് ആണ് ഇവിടെ മറ്റൊരു പ്രധാന കാര്യം. ക്യാമൽ റൈഡുണ്ട്, കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് സോണാണ് ഇതിന്.
നല്ല റഷ്. അയ്യോ, ബീച്ച് ഫുള്ളാ. കണ്ടു നോക്കിക്കോളൂ. ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിൽ പോയതുപോലെ ഉണ്ട്. നോക്കിയേ, സോ നൈസ്. ഫെസ്റ്റിവിറ്റി, പോണി റൈഡ്, ക്യാമൽ റൈഡ്, പിന്നെ കുറേ റൈഡ്സ്, ഫൺ റൈഡ്സ്, കൈറ്റ്സ് പറത്തിക്കുന്നു. സ്വിമ്മിങ് അലൗഡ് അല്ല, പക്ഷെ വെള്ളത്തിലൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് വെറുതെ വേവ്സിൻ്റെ കൂടെ കളിക്കാൻ. ഓരോ ബീച്ചും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നമ്മൾ നേരത്തെ കണ്ട ബീച്ച് ഇസ് ഡിഫറെൻറ്റ്, ദിസ് ഇസ് ഡിഫറെൻറ്റ്. അതൊരു ജയൻറ്റ് സ്വിങ് ആണ്, ജയൻറ്റ് സ്വിങ്. അഡൽസിനൊക്കെ ആണ് അത് ഉപയോഗിക്കാൻ പറ്റുന്ന കളി, കുട്ടികൾക്കുള്ളതല്ല. ക്യാമല അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പര ഓടുന്നു. ഓക്കെ, അത് എൻജോയ് ചെയ്യുന്നവർക്ക് കൊള്ളാം, ബട്ട് സ്റ്റിൽ എനിക്ക് പേടിയാണ്. കുറേ വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. പാടിപ്പൊളി, എൻജോയ് ചെയ്ത് നോക്കിയ ആൾക്കാർ. സ്വിമ്മിങ് അല്ല, എല്ലാവരും വെള്ളത്തിൽ കിടന്ന് തുള്ളുന്നതാണ് വെറുതെ. ഇവിടെ നിന്നിട്ട് അവിടെ വരെ ഇറ്റ്സ് എ ഹ്യൂജ്, ഒരു ഭയങ്കര ലോങ് ബീച്ചാണ് കേട്ടോ. നല്ല നീളത്തിന് അവിടം വരെ കിടക്കുകയാണ്. ഇറ്റ്സ് എ വെരി ലോങ് ബീച്ച്. ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം സൺഡേയ്സും ഹോളിഡേയ്സും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളൊരു പ്രധാന സ്ഥലമാണ്. ചെറിയ കുട്ടികളെല്ലാവരും വെള്ളത്തിൽ അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് കളിച്ചാൽ കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ വേവ്സ് വന്നും പോയി. അപ്പോൾ മാംഗ്ലൂരിലെ ഒരുവിധം കുറേ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ദിവസങ്ങളിൽ. സ്പീഡ് ബോട്ട് റൈഡുണ്ട് ഈ വെള്ളത്തിൽ തന്നെ, ജെറ്റ് സ്കി റൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും കാല് നനയ്ക്കുന്നില്ല, നമുക്കിനി പല പരിപാടികളാണല്ലോ. പക്ഷെ ഞാൻ ഇവരുടെയൊക്കെ എൻജോയ്മെൻ്റ് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് സത്യത്തിൽ. അപ്പോൾ കർണാടക, ഇവിടെ മാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഇത് തുളുനാടാണല്ലോ, ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ഇതുപോലെയുള്ള. അവരെല്ലാവരും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായല്ലോ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ. അല്ലാതെ ഇതുപോലെയുള്ള സന്തോഷമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഹോളിഡേ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തുകാരെല്ലാം വരുന്ന സ്ഥലമാണ്. ഇവിടെ പലവിധ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് മനസ്സിലായല്ലോ. പക്ഷെ നമ്മളിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് കണ്ടാസ്വദിക്കണം. പിന്നെ അവിടെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ തന്നെ ഉണ്ട്, അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട് ആ സൈഡിൽ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പട്ടം പറത്തൽ തന്നെയാണ്. അതൊരു രസമുള്ള കാര്യമാണ്, കൈറ്റ് ഫ്ലൈയിങ്. ഇവിടെ നിന്ന് പാരച്യൂട്ടിൽ ഇങ്ങനെ ബോട്ടിൽ പോയിട്ട് മുകളിലേക്ക് വിടുന്നു. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫൺ ആക്ടിവിറ്റീസ്, കുട്ടികളെയൊക്കെ എൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വലിയവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പാരാസെയിലിംഗ് ഉണ്ട്, പിന്നെന്താ അതിൻ്റെ ടിക്കറ്റ്സ് ഇവിടെ കിട്ടും, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോൾഫിൻ സഫാരി ഉണ്ട്, പിന്നെന്താ ജെറ്റ് സ്കി റൈഡ്, ഡെസേർട്ട് ബൈക്ക് റൈഡ്, ബമ്പർ റൈഡ്, ബനാന ബോട്ട് റൈഡ് ഉണ്ടെന്ന് പറയുന്നു. നോ, സ്പീഡ് ബോട്ടിങ്, ലോങ് റൈഡ് ബോട്ടിങ്, പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടല്ലോ, അതൊരു സീ വാക്ക് പോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടക്കാം. പിന്നെ കുട്ടികളുടെ ഇത്തരം ആക്ടിവിറ്റീസ്, പിന്നെ കടലല്ലേ കിടക്കുന്നത്, പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്നത് അത് റോപ്പിലൂടെ സൈക്ലിങ്ങിന് അത് ഭയങ്കര ഒരു സംഭവമാണത്, അതുണ്ട്. പിന്നെ കഴിക്കാനും കുടിക്കാനും ഉള്ള സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബലൂൺസ്, അങ്ങനത്തെ കുറേ കുഞ്ഞു ബീച്ച് ടോയ്സ്, അതെല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ പോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ്. സാധാരണയായിട്ട് ഫാമിലിയായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പേരൻസ് വരും. അങ്ങനെ വരുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, കുട്ടികൾ അവർക്ക് കുറേ നേരം ഇങ്ങനെ ഫൺ റൈഡ്സ്, അത് വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ കുറച്ച് എന്തെങ്കിലും സ്നാക്സോ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക. കുഞ്ഞു ബലൂൺസ് പോലത്തെ കാര്യങ്ങൾ മേടിച്ച് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് കൈ നിറയെ കുറേ ചെറിയ സാധനങ്ങളും വാങ്ങി ആവശ്യത്തിന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പോകുമ്പോൾ അവർ ഹാപ്പിയാണ്. സ്നാക്സ് ഒക്കെ അതിനൊക്കെ പറ്റിയൊരു സ്ഥലം. ഇവിടെ ശരിക്കും നല്ലൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പോയ ബീച്ച് എൻറ്റയർലി ഡിഫറെൻറ്റ്, ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ ബീച്ചിനും അതിൻ്റേതായ സ്പെഷ്യൽ. കരിമ്പിൻ ജ്യൂസ് വാങ്ങാം ഇവിടെ ഈ കൗണ്ടറിൽ. വാവ്, നൈസ്, ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ. ഷുഗറൊന്നും വരില്ല കേട്ടോ. ഇതിനകത്ത് അവരിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നാച്ചുറൽ ജ്യൂസാണല്ലോ വരുന്നത്, അതിനോടൊപ്പം ഒരു നാരങ്ങയും കൂടി വെക്കും, പിന്നെ ഐസൊക്കെ വെച്ചിട്ടാണ്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ ക്ഷീണമെല്ലാം പമ്പ കിടക്കും. 30 rupees. സോ നൈസ്. അത്യാവശ്യം നീറ്റാണ്. ഇതിനെക്കാട്ടി മോശം സാഹചര്യങ്ങളിൽ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് പ്രിറ്റി ഗുഡ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി തിരിച്ചു പോകാൻ സമയമാകുന്നു. എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ ആരും തിരിച്ചു പോകുന്ന സമയമായിട്ടില്ല.
ആക്ച്വലി പറഞ്ഞാൽ 6:15 6:15 പക്ഷേ സൺ നിൽക്കുന്ന നോക്കി. ഇനി എങ്ങനെ പോയാലും ഒരു മോർ ദാൻ ഹാഫ് ആൻ അവർ എടുക്കും സൺസെറ്റ് ആകാൻ. സൺസെറ്റ് കഴിഞ്ഞാലും പിന്നെ ഒരു അരമണിക്കൂർ നല്ല ഒരു വെളിച്ചം ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ വെളിയിലേക്ക് പോകണമെങ്കിൽ 7-7:30 ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടാകും. അപ്പോൾ എൻജോയ് ചെയ്യട്ടെ എല്ലാവരും. ഇന്നൊരു സൺഡേ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ജോലി തീർക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ സിറ്റിയിലേക്ക് പോകാം. അവിടെ പോയിട്ട് നല്ല ഭക്ഷണം നമുക്കായിട്ട് കാത്തിരിക്കും. ഇത് ബേസിക്കലി ഒരു ഫുഡ് ടൂർ തന്നെയാണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയാണ്. പക്ഷേ മാംഗ്ലൂർ ഉടുപ്പി ഫുഡിൻ്റെ ഒരു സ്ഥലമാണ്, സംഭവമാണ്, ഫുഡ് ടൂറിന് പറ്റിയ സ്ഥലമാണ്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു ദ സിറ്റി. ഞാൻ കാർ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണേ. പക്ഷേ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് കുറച്ച് ടോഡി ഷോപ്സും സീ ഫുഡ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അതും ഇനി എന്ത് വേണം. പാർക്കിങ് നോക്കി എന്തോരം കാറ് കിടക്കുന്നു ദൈവമേ. ഇനി വെജ് ഭക്ഷണം വേണമെങ്കിൽ വെജ് റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വന്ന് മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ. ബീച്ചസ് എല്ലാം ക്രൗഡഡാണ് ഹോളിഡേയ്സ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ക്രൗഡഡാണ് ഹോളിഡേയ്സ്. അപ്പോൾ സാറ്റർഡേ സൺഡേസ് വരാതിരിക്കുക, ദാറ്റ്സ് ദ ബെസ്റ്റ് ഐഡിയ. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്നെല്ലാം സിറ്റിയിലെത്തിയിട്ട് ഇന്ന് ടിപ്പിക്കൽ മാംഗ്ലൂർ ഡിഷസ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഷെട്ടീസ് ഹോട്ടൽ കോറി റോട്ടി എന്ന് പറയുന്നത്. ഇവിടെ നോൺ വെജാണ്, അതായത് ചിക്കൻ സുക്ക, പിന്നെ ചിക്കൻ ഗീ റോസ്റ്റ്, ചിക്കൻ പ്രോൺ ഗീ റോസ്റ്റ്, അങ്ങനെ പിന്നെ നമ്മുടെ കോറി റോട്ടി, അതുപോലെ നീർദോശ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. കുറച്ച് പഴയ കടയാണ്, 40 വർഷത്തിന് മേലെ പഴക്കം. അങ്ങോട്ട് പോകാം. ഓക്കെ. ഇവിടെ പല പല സെക്ഷനായിട്ടാണ്. ഇത് ഈസിയാണ്. ഈ ഭാഗത്ത് മെനു കാർഡ് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. വലിയ തിരക്കൊന്നുമില്ല ഈ സമയം ആയതുകൊണ്ട്. രാത്രി സമയം. ഓക്കെ, ഡിന്നർ ടൈം. ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കിക്കോളൂ. ചിക്കൻ സുക്ക ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, കോറി റോട്ടി ഉണ്ട്, സ്റ്റാർട്ടർ ഐറ്റം വേറെ, ഇവരുടെ ടിപ്പിക്കൽ കാര്യങ്ങൾ. പിന്നെ ഇത് ഇവിടുത്തെ മാംഗ്ലൂർ സ്പെഷ്യലാണല്ലോ ഗീ റോസ്റ്റ്. അത് മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാത്തിലും കിട്ടും. വെജിറ്റേറിയൻ ഐറ്റം ആണെങ്കിലും പനീർ ഗീ റോസ്റ്റ് ഉണ്ടാവും. ഫിഷ് അതുപോലെ ഇവരുടെ ബംഗടെ, ബോണ്ടാസ്, പൊറോട്ട, നീർദോശയുണ്ട്, കോറി റോട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കേ നീർദോശ വേണം, കോറി റോട്ടി വേണം, പിന്നെന്താ ഗീ റോസ്റ്റ്, ചിക്കൻ ഗീ റോസ്റ്റ്. ഓക്കെ, ചിക്കൻ സുക്ക. മാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് വലിയ തിരക്കില്ലാതിരുന്ന് കഴിക്കാൻ പറ്റുന്നത്. കാര്യം ഇവരുടെ പഴയ ഷോപ്പാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അത് ആ സൈഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ റോഡിൻ്റെ വൈൻഡിങ് ഇത് വന്നപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. 40 years ഓൾഡാണ് ഈ ഷെട്ടീസ് കോറി റോട്ടി കട. ഇതൊരു AC എൻക്ലോഷർ, അപ്പുറത്തെ നോൺ AC ഉണ്ട്, പിന്നെ അവരുടെ പാർസൽ കാണും. ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇഷ്ടംപോലെ പാർസൽ പോകുന്നുണ്ട്. പിന്നെ വന്നിരുന്ന് കഴിക്കുന്ന ആൾക്കാർ അതനുസരിച്ചിട്ട്. പിന്നെ ഇവിടെ ട്രഡീഷണൽ ഡിഷ് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നാൽ മാത്രമേ കോറി റോട്ടി, എല്ലാ സ്ഥലത്തൊന്നും കോറി റോട്ടി ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ. അത് പക്ഷേ മാംഗ്ലൂരിയൻ സ്പെഷ്യലാണ്. ഇവിടെ വന്നിട്ട് അത് കഴിക്കാതെ പോകണം ശരിയല്ലല്ലോ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഗീ റോസ്റ്റ്, നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് കഴിച്ചില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു. പിന്നെ ചിക്കൻ സുക്ക എന്നുള്ളതും മാംഗ്ലൂരുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഷെട്ടീസിൽ വരാതെ പോണത് ശരിയല്ല. പിന്നെ ഈ മാംഗ്ലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബാണ് ചില കാര്യങ്ങൾ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. കേരളമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സ്ഥലം മഞ്ചേശ്വരമൊക്കെ കഴിഞ്ഞാൽ ഒരു 20-25 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ മാംഗ്ലൂർ കയറി തുടങ്ങും. അപ്പോൾ ഈ കാസർഗോഡ് ആ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു വലിയ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ പഠിക്കുന്നുണ്ട്, കുട്ടികൾ. അങ്ങനെ എല്ലാം കൊണ്ടും അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മാംഗ്ലൂരും കേരളവും വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫുഡ് ഹാബിറ്റ്സൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ടോപ്പോഗ്രാഫിയൊക്കെ സംതിങ് സിമിലർ. ഫുഡ് ഹാബിറ്റ്സ് ഓഫ് കോഴ്സ് ഇങ്ങനെ ഇവരുടെ സ്പെഷ്യാലിറ്റീസ് കുറേ ഉണ്ട്, നമുക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ ഇവരും തേങ്ങയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ. ഒരു ഡിഫറെൻറ്റ് ഫുഡ് കൾച്ചർ അറിയാൻ പറ്റുന്നു, കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇവിടെ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഷെട്ടീസ് ഉണ്ട്, കൊങ്ങിനീസ് ഉണ്ട്, അങ്ങനെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ആൻഡ് ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. മെജോറിറ്റിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ ഒരു മൈനോറിറ്റിയാണ്. ഇതാണ് കോറി റോട്ടി. ഏതാണ്ട് പപ്പടം പോലിരിക്കും. ചിക്കൻ സുക്ക, ഇത് അതിൻ്റെ ഗ്രേവിയാണ് അല്ലേ, പീസ്. ഇതെന്ന് വെച്ചാൽ ഡ്രൈ ആണല്ലോ, അപ്പോൾ അതിങ്ങനെ ഗ്രേവിയിൽ മുക്കി കഴിക്കണം. കോറി റോട്ടി
ഇതൊരു വലിയ റോട്ടിയായിട്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്ത സമയത്ത് കൊറിയർ റോട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഭയങ്കര തിൻ ക്രിസ്പി ആയിട്ടുള്ള കാര്യം ഉണ്ടാക്കും. ഇത് മുറിച്ചാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് കൊറിയർ റോട്ടി കാണുന്നുണ്ടല്ലോ. ദിസ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക്. ഇതാണ് അവർ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഗ്രേവിയുള്ളൊരു ചിക്കൻ, കഷ്ണവും കറിയും കൂടെ വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരുന്നൊരു കറിയാണ്. ഇവർ തേങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ തേങ്ങാപ്പാലുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ അത് ചിക്കൻ സുക്കാന്ന് പറഞ്ഞില്ല, ഇതിനകത്ത് തേങ്ങാ പീരയുണ്ട് ഇതിനകത്ത്. അതൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് തരിതരിയായിട്ട് കാണുന്നതൊക്കെ തേങ്ങയാണ്, തേങ്ങയുടെ പീസാണ്, തേങ്ങ ചെരുകിയത്. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത എല്ലാം തന്നെ ടിപ്പിക്കൽ മാംഗ്ലൂർ ഡിഷസാണ്. ഇതാണ് ചിക്കൻ ഗീ റോസ്റ്റ് ആൻഡ് നല്ല ചൂട് നീർദോശ. ലേസ് പോലെ അത്രയും തിന്നായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ 4ആയിട്ട് മടക്കിയാണ് വരുന്നത്. ഇറ്റ്സ് ലൈക്ക് എ തിൻ ലേസ് ടൈപ്പ് ഓഫ് ദോശ. 2ആയിട്ട് മടക്കി. ഇത് ഇനി 4ആക്കി അതിനെ മടക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എടുക്കാൻ പാടാണ്. കേർച്ചീഫ് പോലെ ഒരു തൂവാല പോലെ ഇരിക്കും നീർദോശ. യെസ്, അപ്പോൾ അടിപൊളി പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്നും കൂടി മാത്രമേ ഇവിടെ ഉള്ളൂ മാംഗ്ലൂരിൽ. നാളെ രാവിലെ നമ്മൾ ഉടുപ്പിയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി ഡിന്നർ വളരെ ഗംഭീരമായിട്ട് മാംഗ്ലൂർ ഡിഷിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു, നോൺ വെജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തുടങ്ങാൻ പോവാണ്. ഇതാണ് കൊറിയർ റോട്ടി. അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഇതിനെ വീണ്ടും കഷ്ണങ്ങളായിട്ട് മുറിച്ചിടണം. ദിസ് ഇസ് കണ്ടില്ലേ, ആഹാ, പപ്പടം പോലെ അത്രയും ക്രിസ്പിയാണ്. ഇതൊരു വലിയ കൊറിയർ റോട്ടിയാണ് അവരിങ്ങനെ മുറിച്ചുകൊണ്ട് വരുന്നത്. ഇത് ഒരെണ്ണത്തിന് 180 റുപ്പീസാണ്. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടണം. ഇങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ ഗ്രേവി വിത്ത് പീസ് വേണമെങ്കിലും എടുക്കാം. കുതിരാനായിട്ട് ഗ്രേവി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുതിർക്കണം. അപ്പോൾ അത് സോഫ്റ്റ് ആകും. സോ ദിസ് ഇസ് ദ മെത്തേഡ് ഓഫ് ഈറ്റിംഗ് കൊറിയർ റോട്ടി വിത്ത് ചിക്കൻ ഗ്രേവി. വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം കുതിരാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കറിയൊക്കെ കഴിച്ച് തുടങ്ങാൻ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ. വെരി നൈസ്. അവർ ആ ചിക്കൻ കറിയിൽ ഗ്രേവി, അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കറിയാണ്. അതിനകത്തേക്ക് ചെറിയ ഉള്ളിയൊക്കെ വറുത്തിടും. അതിൻ്റെ മുകളിലൊരു ഫ്ലേവറിങ്, വെരി ടേസ്റ്റി. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ കുതിർത്ത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും, ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. പ്രത്യേക ഫ്ലേവറാണ്, നല്ല രസമുണ്ട്. വെരി നൈസ്. അതിലൊരു കോമ്പിനേഷൻ ഐറ്റം. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചത്, ഇപ്പോൾ വീണ്ടും കഴിക്കുന്നു. ഇനി മാംഗ്ലൂർ വന്നാൽ മറക്കരുത്, ഷെട്ടീസ് കൊറിയർ റോട്ടിയിൽ വരിക. കൊറിയർ റോട്ടി ഓർഡർ ചെയ്യാം, വിത്ത് ചിക്കൻ ഗ്രേവി വരും. ഇനി അടുത്തത് നിർദോശ, അതിൻ്റെയൊക്കെ കൂടെ ചിക്കൻ സുക്ക. അങ്ങനെ ഭയങ്കര ഗ്രേവിയുള്ള കാര്യമല്ല, അങ്ങനെ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം തേങ്ങ കേട്ടോ. അതോടൊപ്പം ചിക്കൻ ഗീ റോസ്റ്റ്, അതിൽ കാഷ്യൂനട്ടൊക്കെ കിടക്കുന്നു കേട്ടോ. ചെറിയ പീസൊക്കെ ഇട്ട് കിട്ടുന്നില്ലല്ലോ, എല്ലാം വലുത്. ഓക്കെ, ഇത് കഴിക്കാം. ചിക്കനൊക്കെ വെരി സോഫ്റ്റ് പീസസ്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് പറയേണ്ട കാര്യമില്ല, അത്ര സോഫ്റ്റാണ് നീർദോശ. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. ഭയങ്കര ലൈറ്റ് ഇൻ അവർ സ്റ്റൊമക്കായിരിക്കും. ഒരു നല്ല ടിപ്പിക്കൽ ടേസ്റ്റാണ്. ഗീ റോസ്റ്റ് അത് രക്ഷയില്ല, അതിലും സ്വാദാണ്. ഒന്ന് കഴിക്കുന്ന ആൾ 4 or 5 കഴിക്കും ദോശ, അത്ര സോഫ്റ്റാണ്. ദിസ് ഇസ് ദ ട്രഡീഷണൽ ഫുഡ് ഓഫ് മാംഗ്ലൂർ പീപ്പിൾ. ഷെട്ടീസ് നോൺ വെജ് കഴിക്കുന്നവരാണ്, പക്ഷേ റാവൂസ്, പൂജാരീസ് അവരാരും നോൺ വെജ് കഴിക്കില്ല. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കഴിക്കും, ഓഫ് കോഴ്സ് മുസ്ലിംസും കഴിക്കും. ഒരു വിഭാഗം പ്യുവർ വെജാണ്. അങ്ങനെയുള്ളവർക്ക് വെജിൻ്റെ ഐറ്റം വെച്ചിട്ട് അവർ കോമ്പിനേഷൻസ് കൊടുക്കും. പക്ഷേ ഇത് വളരെ കോമൺ ആണ് എല്ലാവർക്കും, നീർദോശയും കൊറിയർ റോട്ടി, പിന്നെ പല ടൈപ്പ് ഓഫ് ഗീ റോസ്റ്റ്. സീ ഫുഡ് ഇവർക്ക് ഭയങ്കര പ്രധാനമാണല്ലോ. അപ്പം കൊഞ്ച് വെച്ചിട്ടും ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കും, എക്സലൻ്റ് ആണ്. അങ്ങനെ ഷെട്ടീസ് കൊറിയർ റോട്ടി കടയിൽ നിന്ന് ഇറങ്ങുന്നു. എനിക്ക് സത്യം പറഞ്ഞത് ഒരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഡിന്നറായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫാക്ടറി ഒരു മീലായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ പ്ലേസ് കൊടുക്കാൻ തോന്നുന്നു.
കാരണം ഒന്ന് ആളും ബഹളമൊന്നും ഇല്ലാതെ സമാധാനമായിട്ടത് കഴിക്കാൻ പറ്റും. പിന്നെ ടിപ്പിക്കൽ മാംഗ്ലൂർ ഡിഷസ് ഏറ്റവും ഒത്തൻറ്റിക് വേയിൽ ചെയ്തിരിക്കുന്നു. ഇത് ഇത്രയും കഴിച്ചിട്ട് 1160 രൂപയായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രോൺസിൻ്റെ ഗീ റോസ്റ്റ് മേടിച്ചായിരുന്നു നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്. പ്രോൺസ് ഗീ റോസ്റ്റ്, ചിക്കൻ ഗീ റോസ്റ്റ്, പിന്നെ നമ്മളെ കൊറിയ റൊട്ടി, കുറേ നിർദോഷം വാങ്ങിച്ചു. ടേസ്റ്റ് കൊണ്ട് പിന്നെയും വാങ്ങിച്ചുകൊണ്ടായിരുന്നു. പിന്നെ ചിക്കൻ സുക്ക, ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് 1160 ഉള്ളൂ. ആലോചിച്ച് നോക്കൂ, ഇറ്റ്സ് വെരി റീസണബിൾ ഓൾസോ. ഇവിടെ അകത്തെ തിരക്ക് കുറവാണെങ്കിലും സ്വിഗ്ഗിയുടെ തിരക്കിന് യാതൊരു കുറവില്ല. ഇഷ്ടംപോലെ ആൾക്കാർ പാഴ്സൽ വാങ്ങാൻ വരുന്നുണ്ട്. ഒരുപാട് പാഴ്സൽസ് പോകുന്നുണ്ട്, അല്ലാണ്ട് ആൾക്കാർ വരുന്നത് സ്വിഗ്ഗിയിൽ. ഓക്കെ, താങ്ക് യു, ദാറ്റ് വാസ് എക്സലൻറ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്തായാലും മാംഗ്ലൂർ വളരെ സംഭവബഹുലമായിരുന്നു. കംപ്ലീറ്റ് ഫുഡിൻ്റെ ഒരു കളി തന്നെയായിരുന്നു. റിയലി എൻജോയ്ഡ്. ഈ 2 ദിവസം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കണ്ട എത്രയോ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെന്താ പറയുക, അമ്പലങ്ങളും ബീച്ചസും എല്ലാം ഞാൻ കവർ ചെയ്തത്. ദാറ്റ് ഇസ് അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്കിലായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ഇതിങ്ങനെ കവർ ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ കാണുമ്പോൾ പല ദിവസമായിട്ടാണ്. എന്തായാലും വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു. ഈ 2 ദിവസവും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. വളരെ ഹാപ്പിയാണ്. ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് എല്ലാ രീതിയിലും. ഇവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ഭക്ഷണ സംസ്കാരം എല്ലാം, എവറിത്തിങ് വാസ് ഗുഡ്. നമ്മുടെ കേരളത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇനി ഇവിടുന്ന് നാളെ രാവിലെ ഉടുപ്പിയിലേക്കും. അപ്പോൾ ഇതിൽ നടക്കാതെ പോയൊരു കാര്യം പബ്ബാസിൽ മാത്രമേ ഉള്ളൂ. ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോഴും എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ക്യൂ. അപ്പോൾ അത് നാളെ ആകുമ്പോൾ വർക്കിംഗ് ഡേ ആണ്. പോകുന്ന വഴിക്ക് എന്തായാലും ക്യൂ കുറവായിരിക്കും. രാവിലെ അത് പോകണം എന്നുണ്ട്. അതും കൂടി കഴിച്ചിട്ടായിരിക്കും നമ്മൾ ഉടുപ്പിയിലേക്കുള്ള യാത്ര. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ് ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.